നമസ്കാരം, ഞാൻ ഉദയശങ്കറാണ്. ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഈസിയർ മലയാളം ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് നോക്കും. ഇത് ഞങ്ങളുടെ ഒരു പുതിയ സീരീസിൻ്റെ ആദ്യത്തെ എപ്പിസോഡാണ്. ഈ സീരീസിൽ നിങ്ങൾ എങ്ങനെയാണ് ഈസിയർ മലയാളം ഉപയോഗിക്കേണ്ടതെന്ന് പഠിക്കും. ഇപ്പം നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ നിങ്ങൾ github.com/yourstack/easiermlang പോവുക. അവിടെ നിങ്ങൾക്ക് ഈസിയർ മലയാളത്തിൻ്റെ റിപ്പോസിറ്ററി ആണ്. ഇവിടെ നിങ്ങൾക്ക് ഈസിയർ മലയാളത്തിൻ്റെ പൈത്തോൺ കോഡ് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ കാണാം. ഇതെല്ലാം ഇപ്പോഴത്തേക്ക് ഇംഗ്ലീഷിലാണ്, പക്ഷേ ഫ്യൂച്ചറിൽ മലയാളത്തിലേക്ക് ആക്കും. ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ റിലീസസ് നിൽക്കുക. അവിടെ നിങ്ങൾക്ക് ഈ വെർഷൻ കാണും, അല്ലെങ്കിൽ വേറെ ഒരു വെർഷൻ കാണും. ഈ ടോപ്പിലുള്ള വെർഷനാണ് ലേറ്റസ്റ്റ് വെർഷൻ. ഇപ്പം ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് 1.0.0.0.5 ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇത് പ്രീ റിലീസ് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഈ വെർഷനിൽ എഴുതണ കോഡ് അടുത്ത വെർഷനിൽ വർക്ക് ചെയ്യണമെന്നില്ലാണ്. ഈ ഈസിയർ മലയാളം എന്ന് പറഞ്ഞ ലാംഗ്വേജ് ഞാൻ ഇപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആസറ്റ്സ് എന്ന് ക്ലിക്ക് ചെയ്യുക ആൻഡ് easiermshell installer.exe എന്ന് ക്ലിക്ക് ചെയ്യുക. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഫോൾഡർ എടുക്കാം ആൻഡ് easiermshell installer ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഈ വാർണിംഗ് ഇഗ്നോർ ചെയ്താൽ മതി. ഇപ്പോഴത്തേക്ക് ഈസിയർ മലയാളം വിൻഡോസിന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ പൈത്തോൺ കോഡ് ഡൗൺലോഡ് ചെയ്തിട്ട് പൈ ഇൻസ്റ്റാളർ ഉപയോഗിക്കാൻ അറിയുകയാണെങ്കിൽ മാക്കിന് അല്ലെങ്കിൽ ലിനക്സിന് കമ്പൈൽ ചെയ്യാൻ പറ്റും. അപ്പം ഐ ആക്സെപ്റ്റ് എന്നൊക്കെ ഡൗൺലോഡായി. അപ്പം ഇത് നിങ്ങൾക്ക് ചേഞ്ച് ലോഗ് കാണാം. അതിൻ്റെ അർത്ഥം ഈ ഈസിയർ മലയാളത്തിൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടെന്ന് കാണാം. നെക്സ്റ്റ് ആൻഡ് ഫിനിഷ് എന്ന് വെക്കുക. ഇതാണ് ഈസിയർ മലയാളം. അപ്പം ഇത് നമ്മളുടെ വിൻഡോസിൻ്റെ കമാൻഡ് പ്രോംപ്റ്റിലാണ് റൺ ചെയ്യണത്. കമാൻഡ് പ്രോംപ്റ്റിന് മലയാളം ടെക്സ്റ്റ് അത്രയും നന്നായിട്ട് ഷോ ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ഇതല്ലേ ഉപയോഗിക്കാൻ പോണത്. നമ്മൾ ഈസിയർ ഷെൽ ++ ആണ് ഉപയോഗിക്കാൻ പോകുന്നത്. അതിന് github.com/yourstack/easiershell++ പോവുക. ആൻഡ് ഇവിടെ ഇതാണ് റിപ്പോസിറ്ററി, റിലീസസ് നിൽക്കുക. അപ്പോൾ ഇതാണ് ലേറ്റസ്റ്റ് റിലീസ്. അപ്പോൾ അതിൽ ഡയറക്റ്റ്ലി ക്ലിക്ക് ചെയ്താൽ മതി. ആൻഡ് ഈ easiershell++ installer.exe നിൽക്കുക. പിന്നെയും ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് നിൽക്കിയാൽ മതി. വാർണിംഗ് ഇഗ്നോർ ചെയ്യുക. സെറ്റപ്പിൽ കൂടെ പോവുക. ഓക്കെ, അപ്പോൾ ഇതാണ് easiershell++. ഇതിപ്പോഴത്തേക്ക് ഈസിയർ ഇംഗ്ലീഷിലേക്കാണ് കൺഫിഗർ ചെയ്തിരിക്കുന്നത്. അതാണ് ഡീഫോൾട്ട് സെറ്റിംഗ്. ആ ചേഞ്ച് ചെയ്യാൻ ഈസിയർ ഈസി എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇതായിരിക്കും നിങ്ങൾ കാണുക. ഈസിയർ മലയാളം ഷെൽ നിങ്ങളുടെ സിസ്റ്റം പാത്ത് വേരിയബിൾ ഓൾറെഡി ഉണ്ടെങ്കിൽ ഇവിടെ ഈ എന്ന് നിൽക്കിയാൽ മതി. ഈ ഈസിയറിൻ്റെയും ഷെല്ലിൻ്റെയും ഇടയ്ക്ക്, എന്നിട്ട് ഓക്കെ നിൽക്കിയാൽ മതി. ഇതൊന്ന് ടെസ്റ്റായിട്ട് റൺ ചെയ്യാം. ഇതെല്ലാം മലയാളത്തിലാണ് വരുന്നത്. ഈസിയർ മലയാളം ഷെൽ വേർഷൻ 1.0.0.0.5. അപ്പം അതാണ് സെറ്റപ്പ്. നിങ്ങളുടെ ഈസിയർ മലയാളം ഇൻസ്റ്റലേഷൻ വേറെ പാത്തിലാണെങ്കിൽ ഇവിടെ ആ പാത്ത് ഇടുക, കോട്ട്സിൽ ഇടണം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോന് അത്രയേ ഉള്ളൂ. ഞാൻ അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ബൈ.